എല്ലാവർക്കും നമസ്കാരം. അധികം ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ലാതെ ഞാൻ ഈ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമസ്കാരം സാർ. ഇത് ജൂൺ മാസത്തിൽ നടന്നൊരു സംഭവമാണ്. ഏകദേശം ഒരു 3 മാസം മുൻപ് മനസ്സിനൊരു സമാധാനം ഉണ്ടായില്ല കേട്ടോ. ഭയങ്കര സങ്കടം പോലെ. എന്താ വിഷമമെന്ന് മനസ്സിലാവില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, തിരുമംഗലം ശിവക്ഷേത്രത്തിലെ മുൻ ശാന്തി അടുത്ത് ഒരു അവിടെ ശാന്തിയുടെ അടുത്തൊന്ന് പോകാൻ ഹസ്ബൻഡിന് ആശയുണ്ട്. ആ ശാന്തിയെ ഭയങ്കര കാര്യമാണ്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ടോ. എന്നിട്ട് ഞാൻ ആ ശാന്തിയുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. എന്നോട് വിഷ്ണു സഹസ്രനാമം വായിക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. എല്ലാം ശരിയാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ നിന്ന് വരുന്ന വഴിക്ക് ത്രിപുരയാർ ക്ഷേത്രത്തിലെ നടയിലെ ബുക്ക് സ്റ്റാളിൽ നിന്ന് ആ ബുക്ക് വാങ്ങി ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനും തുടങ്ങി. ആദ്യം ആ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിട്ടോ. പിന്നീട് വായിച്ച് എനിക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നാമം ചൊല്ലാനും വിളക്ക് വെക്കാൻ പോലും മടിയായിരുന്നു. ഞാൻ എത്ര മഴയത്തും കുളിച്ച് വിളക്ക് വെക്കാൻ ഭയങ്കര ഉത്സാഹമായിട്ടോ. എത്ര നാമങ്ങൾ ജപിച്ചിട്ടും പോരാത്തതുപോലെ കൃഷ്ണ ഭഗവാന്റെ മുന്നിലിരുന്ന് ഞാൻ എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ തുടങ്ങി. അങ്ങനെ മോൻ +2 പാസ്സായപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാട് വിചാരിച്ചിരുന്നു. ഞാൻ നാമം ചൊല്ലുന്നതിൻ്റെ അടുത്തൊരു പാത്രത്തിൽ കുറച്ച് ചില്ലറ കരുതിയിരുന്നു കേട്ടോ. അമ്പലത്തിൽ കൊണ്ടുപോകാൻ അതോടൊപ്പം മഞ്ചാടിക്കുരുവും അങ്ങനെ കിട്ടിയാൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു കേട്ടോ. മഞ്ചാടിക്കുരു കുറേ പേരോട് ഞാൻ അന്വേഷിച്ചു. കിട്ടിയാൽ തരണേന്ന് പറഞ്ഞു. അങ്ങനെ 3-4 എണ്ണം ആദ്യം എനിക്ക് കിട്ടി. അത് ഞാൻ ആ ചില്ലറ പൈസയുടെ കൂടെ ഇട്ട് വെച്ചുട്ടോ. പിന്നെ കുറേ ഞാൻ നോക്കി നടന്നു, കിട്ടിയില്ല. പിന്നെ ഒരു ദിവസം പുറത്തു പോയപ്പോൾ ഒന്ന് വഴിയിൽ നിന്ന് ഇതേപോലെ കുറച്ച് കിട്ടി. ഞാൻ ആ പാത്രത്തിൽ ഇട്ട് വെച്ചു. അത് ചില്ലറ പൈസയുടെ കൂടെ പരന്ന് കിടന്നിരുന്നത് ഞാൻ കണ്ടതാ. പിറ്റേ ദിവസം ഞാൻ നാമം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ മഞ്ചാടിക്കുരു എത്ര എണ്ണം ആയിട്ടുണ്ടാവും എന്ന് നോക്കിയപ്പോൾ ആരോ എണ്ണി നീക്കി വെച്ച പോലെ 3 എണ്ണം വീതം മാറ്റി വെച്ചിരുന്നു. സാർ, ഞാൻ ഫോട്ടോ എടുത്ത് വിട്ട് തന്നിട്ടുണ്ട്, സാറ് കണ്ടില്ലേ? എനിക്ക് അത്ഭുതം തോന്നിട്ടോ. ഇത് ആരാവോ? ഞാൻ മോൻ എണീറ്റപ്പോൾ അവനോട് ചോദിച്ചു. അവൻ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ഭഗവാനായിരിക്കും എന്ന് മനസ്സ് കരുതിയിട്ടോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണിത്. തിരുമംഗലം ക്ഷേത്രത്തിലെ ശാന്തിക്ക് ഞാൻ ഫോട്ടോ വിട്ടുകൊടുത്തുട്ടോ. അദ്ദേഹം പറഞ്ഞു, എത്രയും വേഗം ഗുരുവായൂർ കൊണ്ടുപോയി സമർപ്പിക്കൂ, എല്ലാം നല്ലതിനാന്ന്, കണ്ണൻ്റെ ഓരോ ലീലകളെന്ന്. പിന്നെ അതുപോലെ ഒരു മഞ്ചാടിക്കുരു കൂടി കിട്ടിയ 10 എണ്ണം ആവുമല്ലോ എന്ന് അന്വേഷിച്ച് ഗുരുവായൂർ പോകുന്നതിൻ്റെ തലേ ദിവസം ഇതുപോലെ ഞാൻ കുറേ നോക്കി നടന്നു. ചുവന്ന കളറെങ്കിലും എവിടെയെങ്കിലും കാണുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് നോക്കൂട്ടോ, മഞ്ചാടിക്കുരു ആണോ എന്ന്. അങ്ങനെ കുറേ നോക്കി നടന്നപ്പോൾ റോഡിൻ്റെ അറ്റാവാറായപ്പോൾ ആ വീട്ടിലൊരു ചേച്ചിയെ കണ്ടുട്ടോ. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, നാളെ ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ്, മഞ്ചാടിക്കുരു എവിടെയെങ്കിലും കിട്ടുമോ എന്ന്. അപ്പോൾ ആ ചേച്ചി കളിയാക്കി ചോദിച്ചു, പോകുന്ന തലേ ദിവസമാണോ മഞ്ചാടിക്കുരു അന്വേഷിച്ച് നടക്കുന്നത്? അതൊക്കെ നേരത്തെ തന്നെ നോക്കണ്ടേ, എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞു. ഞാൻ ആ ചേച്ചിയുടെ കൂടെ നടന്നു പോയിട്ടോ. വഴിയിൽ ഒരു മഞ്ചാടി കണ്ടപ്പോൾ ഞാൻ സന്തോഷത്തോടെ അത് എടുത്തു കേട്ടോ. പിന്നെയാണ് കാര്യം നടന്നത്. പിന്നെ അവിടെ ഇവിടെയുമായിട്ട് നല്ലോണം മഞ്ചാടിക്കുരു അവിടെ പരന്ന് കിടക്കുന്നു. ഒരെണ്ണം ആഗ്രഹിച്ച് നടന്ന് എനിക്ക് 1000 എണ്ണം അവിടുന്ന് പെറുക്കാൻ പറ്റിട്ടോ. ചേച്ചിയും കുറേ പെറുക്കിട്ടോ. എനിക്ക് സന്തോഷമായി. വൈകിട്ട് ഞാൻ ഈ മഞ്ചാടിക്കുരു ഭഗവാന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഉണ്ണിക്കണ്ണൻ്റെ ഉരുളിയിൽ സമർപ്പിച്ചു. നാമജപത്തിലൂടെ ഭഗവാനോട് ഭയങ്കര അടുപ്പം തോന്നിട്ടോ. വർഷത്തിൽ ഒരു വട്ടം പോയിരുന്ന ഞാനാണ് ഇപ്പം തോന്നുക മാസത്തിൽ ഒരു തവണ പോകാൻ പറ്റണേന്ന്. എല്ലാ മാസത്തിലും പോകാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ സാധിക്കട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഹരേ രാമ ഹരേ കൃഷ്ണ. എൻ്റെ ഒരു ചെറിയ അനുഭവമാണിത്, എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അനുഭവങ്ങളൊന്നല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാനോട് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഭഗവാന്റെ നാമങ്ങൾ വായിക്കാൻ മടിയായിരുന്ന അമ്മ വായിച്ച് തുടങ്ങിയപ്പോൾ ഇപ്പോൾ അതില്ലാതെ പറ്റില്ല എന്നായി. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നിങ്ങളിതിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാനുള്ള മനസ്സ് അത് ഭഗവാൻ കൊണ്ടുതരുമെന്ന് പ്രതീക്ഷിക്കുക. നല്ല കർമ്മങ്ങൾ ചെയ്യുക, അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഭഗവാനിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഇത്ര നല്ല അനുഭവമായിരുന്നില്ലേ. ഈ ദിവസം നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്, എല്ലാവരിലേക്കും എത്തിക്കട്ടോ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നതിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, ജോയിൻ ബട്ടണിലൂടെ വരാം. കുറേ കാര്യങ്ങളുണ്ട് ഗ്രൂപ്പിൽ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.